ജമ്മു കശ്മീരിൽ ഓപ്പറേഷൻ ലോട്ടസ് ആരോപണവുമായി ഒമർ അബ്ദുള്ള. നാഷണൽ കോൺഫറൻസ് എംഎൽഎമാരെ ബിജെപി നേതാവ് സമീപിച്ചെന്നും 20 മുതൽ 30 കോടി രൂപ വരെ വാഗ്ദാനം ചെയ്തു എന്നുള്ളതുമാണ് ഉയരുന്ന ആരോപണം. വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ഉയർന്നു വരുന്ന ആരോപണം അത് ഗൗരവതരമായിട്ടുള്ളതാണ്. എന്താണ് പറയുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണം ഒമർ അബ്ദുള്ള ഉന്നയിക്കുന്നത്? ജമ്മു കാശ്മീരിലും ഈ ഓപ്പറേഷൻ ലോട്ടസിന് വേണ്ടിയുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് നാഷണൽ കോൺഫറൻസ് പാർട്ടിയുടെ അധ്യക്ഷൻ കൂടിയായ ഒമർ അബ്ദുള്ള പറയുന്നത്. അദ്ദേഹം ഉന്നയിക്കുന്നത് പാർട്ടിയിലെ MLA-മാരെ നാഷണൽ കോൺഫറൻസ് പാർട്ടി വിട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ BJP നടത്തി. BJPയുടെ അഭിഭാഷകനായ ഒരു നേതാവാണ് ഇതിനുവേണ്ടി ശ്രമിച്ചത്. 20 മുതൽ 30 കോടി രൂപ വരെ വാഗ്ദാനം ചെയ്തു എന്നുള്ള ഒമർ അബ്ദുള്ളയുടെ ആരോപണം നേരത്തെ തൃണമൂൽ കോൺഗ്രസിലും അതോടൊപ്പം തന്നെ ശിവസേനയിലും എല്ലാം നടത്തിയതുപോലെയുള്ളൊരു നീക്കമാണ്, ആം ആദ്മി പാർട്ടിയിലും ഉൾപ്പെടെ നടത്തിയതുപോലെ നീക്കമാണ് ഇപ്പോൾ BJP ജമ്മു കാശ്മീരിലും നടത്തുന്നത് എന്നും ഒമർ അബ്ദുള്ള ആരോപിക്കുന്നുണ്ട്. സംസ്ഥാന പദവിയും മന്ത്രിസ്ഥാനങ്ങളും MLA-മാർക്ക് വാഗ്ദാനം ചെയ്തതായി താൻ അറിഞ്ഞു എന്നും ഒമർ അബ്ദുള്ള പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിൽ പിൻവാതിലിലൂടെ അധികാരത്തിലെത്താൻ സാധിക്കുമെന്ന് BJP കണക്കുകൂട്ടേണ്ട എന്നും ഒമർ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്.